നമസ്കാരം. മൽ ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് ബ്രൈറ്റൺ മത്സരത്തിന്റെ വിശേഷങ്ങളാണ്. അപ്പൊ കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇന്ന് ബ്രൈറ്റൺ 3-1 മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പൊ കഴിഞ്ഞ 4 മത്സരങ്ങളിൽ പ്രീമിയർ ലീഗിൽ തന്നെ ബ്രൈറ്റണും യുണൈറ്റഡും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ഒരു മാച്ചിൽ മാത്രമാണ് യുണൈറ്റഡിന് ജയിക്കാനായിട്ടുള്ളത്. ഇന്നത്തെ മാച്ചിൽ ഒരു കിടിലം പെർഫോമൻസ് ആണ് ബ്രൈറ്റൺ കൊണ്ടുവന്നിട്ടുള്ളത്. കളി തുടങ്ങി 5-ാം മിനിറ്റിൽ തന്നെ ബ്രൈറ്റൺ സ്കോർ ചെയ്യാണ്. ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഡിഫൻസിനെ ബീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ടാസ്ക് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ലോങ് ബോൾ ഇടുന്നു, ലെഫ്റ്റ് വിങ്ങിലൂടെ മിത്തോമയുടെ റണ്ണ് വരുന്നു, കൃത്യമായിട്ടൊരു ടച്ച് എടുത്തുകൊണ്ട് പുള്ളി 18 യാർഡ് ബോക്സിലേക്ക് എത്തി. ഇപ്പൊ വേറെ ഏതെങ്കിലും പ്ലെയർ ആണെങ്കിൽ ഒരു ഡയറക്റ്റ് ഷോട്ടിന് അവിടെ വെച്ച് തന്നെ അറ്റംപ്റ്റ് ചെയ്യായിരുന്നു. പക്ഷേ മിത്തോമ അത് ചെയ്തില്ല. റൈറ്റ് വിങ്ങിൽ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നുള്ള മിൻറ്റയിലേക്ക് ആ ബോൾ പാസ് ചെയ്യാണ്. മിൻറ്റ ഒരു ഷോട്ട് എടുക്കുന്നു, ഒനാനയുടെ കയ്യിൽ തട്ടിയിട്ട് 5-ാം മിനിറ്റിൽ തന്നെ 1-0 ലീഡിലേക്ക് ബ്രൈറ്റൺ എത്തുകയാണ്. പിന്നീട് 1-2 ഹാഫ് ചാൻസും ഒക്കെ യുണൈറ്റഡിന് കിട്ടി. കളിയിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി 22-ാമത്തെ മിനിറ്റിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് തേടിയെത്തി. ഇവിടെ അമാദ് സിഗ്സേക്ക് കൊടുത്തിട്ടുള്ള ഒരു പന്ത് 18 യാർഡ് ബോക്സിൽ വെച്ചിട്ട് ടേൺ ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ ബാൽബെ പുള്ളിയെ ഫൗൾ ചെയ്യുന്നു. ഓൺഫീൽഡ് റെഫറി പെനാൽറ്റി അനുവദിച്ചു. ബ്രൂണോ ഫെർണാണ്ടസ് ആ പെനാൽറ്റി കൺവേർട്ട് ചെയ്യുന്നു. അങ്ങനെ 22-ാമത്തെ മിനിറ്റിൽ 1-1 യുണൈറ്റഡ് കളിയിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു. പിന്നീടുള്ള ഫസ്റ്റ് ഹാഫിലെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ 2 ടീമിലും ഹാഫ് ചാൻസുകൾ ഉണ്ടായിരുന്നു. ഇന്നത്തെ സ്റ്റാറ്റൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റാറ്റാണ്. കാരണം 6 ചാൻസുകൾ മാത്രമേ ബ്രൈറ്റൺ ഇന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. 3 ഷോട്ട് ഓൺ ടാർഗറ്റുകളും 3 ഗോളുകളും. അത്രയ്ക്കും ക്ലിനിക്കൽ ആയിട്ടുള്ള ഫിനിഷാണ് ബ്രൈറ്റന്റെ സൈഡിൽ നമ്മൾ കണ്ടത്. യുണൈറ്റഡ് 10ഓളം ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു, പക്ഷേ ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് മാത്രമേ എൻറ്റയർ 90 മിനിറ്റ്സിൽ യുണൈറ്റഡിന്റെ സൈഡിൽ നിന്ന് വന്നിട്ടുള്ളൂ. അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ കളി തീരുമ്പോൾ 1-1 എന്ന രീതിയിൽ മുമ്പോട്ട് പോയി. സെക്കൻഡ് ഹാഫ് തുടങ്ങി 50-ാം മിനിറ്റിൽ തന്നെ ജാവോ പെഡ്രോ സ്കോർ ചെയ്യുന്നു. അൺഫോർച്ചുനേറ്റ്ലി ആ ഗോൾ അനുവദിച്ചില്ല. പക്ഷെ അതിനു മുമ്പ് പറയേണ്ടത് ജാവോ പെഡ്രോന്റെ ആ ഒരു ടേൺ തന്നെയാണ്. സിഗ്സെ ഉണ്ടായിരുന്നു, മറ്റൊരു പ്ലെയർ ഉണ്ടായിരുന്നു. ഇവർക്കിടയിലൂടെയാണ് ഒരു ടച്ച് എടുത്തുകൊണ്ട് 18 യാർഡ് ബോക്സിൽ വെച്ച് ജാവോ പെഡ്രോ തിരിഞ്ഞുകൊണ്ട് ഒരു ഷോട്ട് എടുക്കുന്നത്. അങ്ങനെ ആ ഗോള് അനുവദിച്ചിട്ടില്ല. പക്ഷേ ആ സമയത്തെ നമുക്കറിയായിരുന്നു ബ്രൈറ്റൺ കളിയിലേക്ക് തിരിച്ചു വരും. നിങ്ങളൊരു കളിക്കാരനെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി തിരിച്ചു ഹെൽപ്പ് ചെയ്യുക എന്നുള്ളൊരു മെൻറ്റാലിറ്റി ഇന്നത്തെ മത്സരത്തിൽ വ്യക്തമായിട്ട് തന്നെ കണ്ടു. ആദ്യ ഗോളിൽ മിത്തോമ മിൻറ്റെ അസിസ്റ്റ് ചെയ്തു. അധികം വൈകാതെ മിൻറ്റെ ഒരു കിടിലം പാസ് ഫാർ പോസ്റ്റിലേക്ക് അടിച്ചു കൊടുക്കുന്നു. ഒനാനക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അവിടെ എനിക്ക് തോന്നുന്നു മസ്രായി പുള്ളിയെ ബ്ലോക്ക് ചെയ്യേണ്ടതായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി പുള്ളിക്ക് അതിന് കഴിഞ്ഞില്ല. അങ്ങനെ ഒരു അടിപൊളി ടച്ച് എടുത്തുകൊണ്ട് മിത്തോമ 2-1 ലീഡിലേക്ക് ബ്രൈറ്റനെ കൊണ്ടുവരികയാണ്. ഇപ്പൊ 2 ഗോളുകൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലും മസ്രായി കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് കളിക്കേണ്ട സിറ്റുവേഷൻ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ പുള്ളിക്ക് അതിന് ഇന്ന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അങ്ങനെ കളി മുമ്പോട്ട് പോയി. തിരിച്ചു വരാനുള്ള ചാൻസുകൾ 1-2 ഹാഫ് ചാൻസുകൾ അമാദിനെ തേടിയെത്തി. സിഗ്സേക്ക് ചാൻസ് ഉണ്ടായിരുന്നു, പക്ഷെ ഇതൊന്നും കൺവേർട്ട് ചെയ്യാൻ യുണൈറ്റഡിന് കഴിഞ്ഞില്ല. അപ്പോഴാണ് ഒനാനയുടെ സൈഡിൽ നിന്ന് ഒരു ബ്ലണ്ടർ വരുന്നത്. ഇപ്പൊ റൈറ്റ് വിങ്ങിൽ നിന്ന് പോസ്റ്റിലേക്ക് ഇട്ടിട്ടുള്ള ഒരു പന്ത്, ആ പന്തിന്റെ സ്പീഡ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് സ്പീഡിലൊന്നുമല്ല പന്ത് വരുന്നത്. വളരെ ഈസി ആയിട്ട് റെഗുലർ ആയിട്ട് പിടിക്കേണ്ട ഒരു പന്താണ്. ഒനാന വരുന്നു, ആ പന്ത് പിടിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ പുള്ളിയുടെ സൈഡിൽ നിന്ന് ഒരു വലിയ മിസ്റ്റേക്ക് വരുന്നു. ആ പന്ത് ഡിഫ്ലക്റ്റ് ആയിട്ട് പുറത്തേക്ക് പോയി. അവിടെ ഉണ്ടായിരുന്ന ജോർജിഞ്ഞോ ഒരു ടച്ച് എടുത്ത് അത് പോസ്റ്റിലേക്ക് അടിക്കുകയും ചെയ്തു. അങ്ങനെ 3-1 എന്നുള്ള ലീഡിലേക്ക് ബ്രൈറ്റൺ അപ്പോൾ എത്തുകയാണ്. ആ ഒരു ഗോളോട് കൂടി നമുക്കറിയാം കളി ഇവിടെ തീർന്നു. ഇനി തിരിച്ചു വരിക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള ഒരു ടാസ്ക് അല്ല. ഹമാദിന് എല്ലാ കളികളിലും ഇതുപോലെ രക്ഷിക്കാൻ പറ്റില്ല എന്ന് നമുക്ക് ഈസി ആയിട്ട് അറിയുന്ന കാര്യം തന്നെയാണ്. അത് തന്നെയാണ് ഇന്ന് സംഭവിച്ചത്. ഇൻഡിവിജ്വൽ മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു, ഡിഫൻസീവ് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബ്രൈറ്റൺ 3-1 എന്ന രീതിയിൽ കളി ഫിനിഷ് ചെയ്തു. ഇപ്പോൾ ടെനാഗിനെ കൊണ്ടുപോയി അമോറത്തിനെ കൊണ്ടുവന്നു. ഇതിൽ ആരെ കുറ്റം പറയണം, ആരെ സൈഡിലാണ് ഫോൾട്ട് എന്ന് നമുക്ക് ഇതുവരെ പോയിന്റ് ഔട്ട് ചെയ്ത് പറയാൻ പറ്റുന്നില്ല.
എനിക്ക് തോന്നുന്നു അമോറത്തിന് എന്തായാലും സമയം കൊടുക്കണം. പുള്ളിയുടെ ഫസ്റ്റ് സീസണാണ്. പുള്ളിക്ക് വേണ്ട പ്ലേയേഴ്സ് ഒന്നും സ്ക്വാഡിൽ ഇല്ല എന്നുള്ള കാര്യം വ്യക്തമായിട്ട് തന്നെ നമുക്കറിയാം. ഇപ്പൊ കേൾക്കുന്ന വാർത്ത അനുസരിച്ച് എന്തായാലും 2-3 പ്ലേയേഴ്സ് ടീം വിട്ടു പോകും. ഇപ്പൊ റാഷ്ഫോർഡിന്റെ കാര്യം നമുക്കറിയാം, പുള്ളി ബാഴ്സയിലേക്ക് പോകുന്നു എന്ന വാർത്തയൊക്കെ കേൾക്കുന്നുണ്ട്. മറ്റൊരു വാർത്ത കേൾക്കുന്നത് ആന്റണി ചിലപ്പോ ബെറ്റിസിലേക്ക് പോകും എന്നുള്ള ന്യൂസ് കേൾക്കുന്നുണ്ട്. മലാസിയ ടീം വിടുന്നു എന്നുള്ള വാർത്ത കേൾക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു സ്റ്റെപ്പ് ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ എന്നുള്ളതാണ് ഒരു പറയേണ്ടതായിട്ടുള്ള കാര്യം. അപ്പോ പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിൽ അമോറിം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എനിക്ക് തോന്നുന്നു ഒരു പോസിറ്റീവായിട്ട് തന്നെ എടുക്കണം. വൺ ഓഫ് ദി വേഴ്സ്റ്റ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടീമാണ് ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു കമന്റ് പുള്ളി നടത്തിയിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു ടീമിന്റെ പെർഫോമൻസിനെ റിഫ്ലക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു കമന്റ് തന്നെയാണ്. ഇപ്പോ 700 മില്യൺ ഓൾറെഡി ടെനാഗിന്റെ ടീമും കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ യുണൈറ്റഡിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു റീബിൽഡിലൂടെ കൊണ്ടുപോകണം, പുതിയ ടീം അംഗങ്ങളെ കൊണ്ടുപോകണം. ഇപ്പൊ അമോറിം വന്നപ്പോൾ നമ്മൾ ഇപ്പോഴും പറയുന്നത് അടുത്ത റീബിൽഡിലോട്ട് കാര്യങ്ങൾ കൊണ്ടുപോകണം, കാരണം എക്സിസ്റ്റിംഗ് പ്ലേയേഴ്സ് ആർ നോട്ട് ഗുഡ് ഇനഫ്. അപ്പോൾ ഇതുവരെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഈ 700 മില്യൺ എങ്ങോട്ട് പോയി, എങ്ങനെ അക്കൗണ്ട് ചെയ്യും? ഇപ്പൊ കൊടുത്തിട്ടുള്ള പൈസ എനിക്ക് തോന്നുന്നു പകുതിയോളം പൈസ പോയി എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് ഗ്ലേസിയേഴ്സിന്റെ മിസ് മാനേജ്മെന്റ് തന്നെയാണ്. കാരണം ഈ ജനുവരി വിൻഡോയിൽ ഒരു പ്ലെയറെ പോലും വാങ്ങാൻ ഇതുവരെ ആയിട്ട് അവർ മുമ്പോട്ട് വന്നിട്ടില്ല. എന്തൊക്കെയോ ന്യൂസുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്, ട്രാൻസ്ഫർ ബാനാണ്, നമ്മൾ സമ്മറിലാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതൊക്കെ ഓക്കെയാണ്. എന്തുകൊണ്ട് ഇപ്പൊ വിങ് ബാക്കിന്റെ പൊസിഷൻസിൽ പ്രശ്നങ്ങളുണ്ട്, മിഡ്ഫീൽഡിൽ പ്രശ്നങ്ങളുണ്ട്, ഇപ്പൊ സ്ട്രൈക്കർ വേണമെന്നുള്ള ഒരു കാര്യം പല സൈഡിൽ നിന്നും കേൾക്കുന്നുണ്ട്. അപ്പൊ ഏതൊക്കെ പ്ലെയറെ റീറ്റെയിൻ ചെയ്യണം, ഏതൊക്കെ പ്ലെയറെ പറഞ്ഞു വിടണം എന്നുള്ള വളരെ വളരെ ബ്രൂട്ടൽ ആയിട്ടുള്ള ഒരു ചോയ്സ് ഈ സീസൺ കഴിയുമ്പോഴത്തേക്കും അമോറിം എടുക്കണം. അത് കൃത്യമായിട്ട് മാനേജ്മെന്റിലേക്ക് കൺവേ ചെയ്യുക. അതിൽ യാതൊരു ലോയൽറ്റിയും മറ്റു കാര്യങ്ങളും നോക്കേണ്ട ഒരു ആവശ്യകതയില്ല. കാരണം ടീമിന്റെ ബെനിഫിറ്റിനായിട്ട് എനിക്ക് ഇത്ര പ്ലേയേഴ്സിനെ വേണം, ഈ പ്ലേയേഴ്സിന് എൻ്റെ സിസ്റ്റത്തിൽ കളിക്കാൻ പറ്റില്ല, ഈ പ്ലേയേഴ്സിന്റെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കണം, ഈ പ്ലേയേഴ്സിനെ ലോണിലൂടെ പറഞ്ഞു വിടുക അല്ലെങ്കിൽ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യുക എന്നുള്ള വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഹോണസ്റ്റ് ഒപ്പീനിയൻ നമ്മൾ അമോറത്തിന്റെ സൈഡിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യും. അടുത്ത സീസൺ പകുതി വരെ കുറച്ച് നല്ല പെർഫോമൻസ് ഒക്കെ വരും, പിന്നീട് തിരിച്ചും നമ്മൾ ഈ ഡിസ്കഷനിലേക്ക് വരും. എന്തുകൊണ്ട് ബാഡ് പെർഫോമൻസ് വരുന്നു, പ്ലേയേഴ്സ് എന്തുകൊണ്ട് മിസ്റ്റേക്ക് കാണിക്കുന്നു, എന്തുകൊണ്ട് വിജയത്തിലേക്ക് പോകാൻ പറ്റുന്നില്ല. ഇപ്പൊ നിങ്ങൾ ബ്രൈറ്റൺ വേഴ്സസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒരു കമ്പാരിസൺ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രൈറ്റന്റെ സ്കോഡ് യുണൈറ്റഡ് സ്കോഡിനെക്കാളും ബെറ്റർ ആണോ എന്ന് നിങ്ങൾ കമന്റിൽ അറിയിക്കുക. എനിക്കത് പറയേണ്ട കാര്യമില്ല. യുണൈറ്റഡിന്റെ ഫാൻസ് ക്ലിയർ ആയിട്ട് കമന്റിൽ പറയുക, ഇപ്പോഴത്തെ ബ്രൈറ്റൺ ടീം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ടീമുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ബെറ്റർ ടീമാണോ, അല്ലെങ്കിൽ അവർക്ക് ബെറ്റർ ഫെസിലിറ്റീസ് ഉണ്ടോ, അവരുടെ കോച്ച് അല്ലെങ്കിൽ ടാക്ടിക്കൽ അപ്രോച്ച് ബെറ്റർ ആണോ, എന്താണ് പരാജയത്തിന്റെ ഒരു 3-4 റീസൺ? ഇൻഡിവിജ്വലി പ്ലേയേഴ്സിന്റെ സൈഡിൽ നിന്ന് വരുന്ന മിസ്റ്റേക്ക് ആണോ, അല്ലെങ്കിൽ ഡിഫെൻസീവ് പ്രോബ്ലം ആണോ, അല്ലെങ്കിൽ കിട്ടിയ ചാൻസുകൾ കൺവേർട്ട് ചെയ്യാത്തതാണോ, ഒഫൻസിലാണോ പ്രശ്നം? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.